ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ എനിക്ക് കുറച്ച് പണികളുണ്ട് കേട്ടോ, കുറച്ച് പരിപാടികളുണ്ട്. എന്താണെന്ന് വഴിയെ പറയാം. അപ്പോൾ ഇൻഷാട്ട് ഇട്ടിട്ടുണ്ട്. ഇൻഷാട്ട് ഷർട്ട് ഇടാത്ത കാരണമാണ് വീഡിയോയ്ക്ക് മുന്നിൽ വരാത്തത്. അപ്പോൾ ഇൻഷാൻ്റെ തല മാത്രം കാണിച്ചു തരാം. കാണിച്ചു തരട്ടെ. കാണില്ല, ഇത്രേ കാണുള്ളൂ. ഇൻഷാട്ടിൻ്റെ നാടാണ് ഗൈസ്. അപ്പം ഞാൻ അമ്പലത്തിക്കാട്ടാ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇന്ന് വലിയൊരു ദിവസമാണ് അല്ലേ? പറ ഇന്നെന്താ ലൈഫിലെ വലിയ ഡ്രീം നടക്കാൻ പോകും. ഒരു വലിയൊരു ദിവസമാണ് കേട്ടോ ഒന്ന്. അപ്പം 8 മണിക്കായിട്ടുണ്ട്. ഞാൻ അടിച്ചോരും തുടക്കലും പിന്നെ ചായയുടെ പണിയും കഴിഞ്ഞു കേട്ടാ. പിന്നെ കുളിച്ചിട്ട് ഞാൻ നേരെ തന്നെ അമ്പലത്തേക്ക് പോവാണ്. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവും. അത് ഫുള്ള് ഏതാന്ന് കാണാം. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ അമ്പലത്തിൽ പോട്ടെ, കാരണം ആദർശമൊക്കെ ഇപ്പോൾ വരും. അപ്പോൾ ആദർശ് വന്ന് നമ്മളപ്പോൾ പോവൂട്ടാ. അപ്പോഴേക്കും വേഗം ബാക്കി പരിപാടികളൊക്കെ തീർത്തിട്ട് പോകണം. അപ്പോൾ ക്ലൂ തരാം നമുക്ക്. ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് തംബ്ലൈൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയും എന്താണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് ഇൻട്രോ കൊടുക്കുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ പറയണതാട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫിലെ വലിയൊരു കാര്യം, വലിയൊരു ഡ്രീമാണ് നടക്കാൻ പോണത് അല്ലേ? അപ്പം അതാണ് ഇന്നത്തെ ദിവസം. അപ്പം ഞാൻ എന്തായാലും അമ്പലത്തേക്ക് പോകട്ടോ, പോയിട്ട് വരാം. അപ്പം ഞാനിത് നടന്നിട്ട് തന്നെയായിട്ട് അമ്പലത്തേക്ക് പോകുന്നത്. നമ്മുടെ അടുത്തുള്ള അമ്പലമല്ലേ. അപ്പോൾ അതേ കുറച്ച് നേരത്തെ പോകണമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ 8-9 മണി ആ ഒരു ടൈമിലാണ് ഞാൻ പോവാറ്. പക്ഷെ ഇന്ന് കുറച്ചൊരു 7:45-8 മണിയാകുമ്പോഴേക്കും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് നേരത്തെ പോകണം, കാരണം അങ്ങനെ തൊഴുതിട്ട് ഇതേ പ്രസാദവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വഴിപാട് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കത്തിക്കാനായിട്ടോ പോണത് അയ്യപ്പൻ്റെ അവിടേക്ക്. അപ്പോൾ അത് ഞാൻ ഇപ്രാവശ്യം പുറത്തു കൂടെ പോയിട്ടാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. തൊഴുതിറങ്ങിയിട്ട് അങ്ങനെ അതും കത്തിച്ചിട്ട് ഇതേ ഈ പ്ലേറ്റിന് നമുക്ക് അവിടെ റെസീറ്റൊക്കെ എഴുതില്ല, അവിടെ കൊടുക്കും. അവിടെ കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോട്ടെ. ഞാൻ ഗൈസ് അങ്ങനെ വീടെത്തിട്ടോ. എൻ്റെ ചെരുപ്പിൻ്റെ സൗണ്ട് നോക്കിയേ പറ വെച്ചിട്ട് ഞാൻ നടക്കുന്നത്. ഈ ചെരുപ്പ് അങ്ങനെയാ. ചേട്ടാ ദൈവമേ, ഒരു വാലടച്ചോ? വാലടച്ചു. അപ്പം ഞാൻ വിളക്ക് കൊളുത്തിയിട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സാമ്പ്രാണി കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് തുടച്ചോണ്ടാ തോന്നുന്നിട്ട് പച്ചമണം പോലെ തോന്നിയിട്ടാ. അപ്പം ഞാനിതേ ഒരു സാമ്പ്രാണി എടുത്തിട്ട് വേഗം കത്തിച്ച് വെക്കാം. അമ്പലത്തേക്ക് പിന്നെ വേഗം ധൃതി പിടിച്ച് പോകണോണ്ടാണ് ഞാനിത് കത്തിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേഗം വിളക്ക് കൊളുത്തിയിട്ട് അങ്ങനെ പൂവ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതും കത്തിച്ച് വെച്ചു. അപ്പം ഗൈസ് നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ഞാനിന്ന് എളുപ്പപ്പണിക്ക് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത്. ഗോതമ്പ് ദോശയും ചട്നിയും കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ ചായ കുടിച്ചിട്ട് പോവും. ആദ്യം നമ്മൾ മിത്ര ചേച്ചിയുടെ അടുത്തേക്കാട്ടോ പോണത്. എനിക്ക് സർപ്രൈസ് തരാൻ പറഞ്ഞു പോവല്ലേ? എന്താ സർപ്രൈസ് ഒന്നല്ല, പക്ഷെ ഞാൻ സോറിക്ക് സർപ്രൈസ് കൊടുക്കാനാട്ടോ. വിൻഷാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ഗൈസ്. പേര് അങ്ങനെ ഒരു പേര്, വിൻഷാന്റെ ഗിഫ്റ്റ്. ഗൈസ് വേറെ ഒന്നല്ല, നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അതായത് ഏപ്രിൽ, ഈ വീഡിയോ ചിലപ്പോ ഞാൻ അന്നായിരിക്കും ഇടുക. ഏപ്രിൽ 26-ാം തീയതി ഞങ്ങളുടെ അന്ന് പറഞ്ഞ നാളെ 25. അന്ന് വീഡിയോ എടുക്കണോ, വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നാളെ ആവുമല്ലോ. അപ്പൊ അവര് കാണുന്ന നാളായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഡേറ്റ് പറയുന്നത്. തേജു പാപ്പയാണോ വന്നേക്കണേ? അപ്പൊ ആദർശ് വന്നിട്ടുണ്ട്. അപ്പൊ ആദർശ് വരുന്നത് നമ്മൾ പോവും. പോണ വഴിക്ക് വരണം മതിയോ? പറയാം. അപ്പോൾ പിന്നെ ഇത് ആദർശ് വന്നപ്പോൾ ഞാൻ അവനിത് വേഗം ചായ എടുക്കാൻ പോയതാട്ടോ. അപ്പോൾ ദോശ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദോശ എക്സ്ട്രാ കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ വേഗം അങ്ങനെ അവൻ അത് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ അവനും കൂടിയിട്ട് അവൻ്റെ കാറിലായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ പിന്നെ വിൻഷാട്ടിൻ്റെ കഴിഞ്ഞോട്ട് കഴിക്കില്ല. അങ്ങനെ വിൻഷാട്ട് എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കമ്പനിക്ക് ഇതിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിത് ഓരോന്നൊക്കെ സംസാരിച്ചിട്ട് നേരെ ഇറങ്ങാൻ നോക്കിയിട്ടാ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മിത്ര ചേച്ചിയുടെ അടുത്തേക്കാട്ടോ പോണത്. നമ്മുടെ തേജപ്പൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഗൈസ്? തേജുവിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ആട്ടോ. അപ്പോൾ ഓരോ കട്ടിന് പോകുമ്പോൾ ഓരോ മോഡലാണ് അവൻ കാണിക്കുക. അങ്ങനെ ഇതേ പുറപ്പെട്ടിറങ്ങി. ഇൻഷർട്ട് ഇട്ടിരിക്കുന്ന സെയിം കോസ്റ്റ്യൂം തന്നെയാട്ടോ തേജുവിന് വരേണ്ടത് ഷർട്ട്. പക്ഷെ ഇത് ചിലപ്പോൾ ഇപ്പം ഇട്ടിട്ട് അവനെ മിത്ര ചേച്ചിയുടെ ഇടയ്ക്ക് കൊണ്ടുപോയി നമുക്ക് ആവശ്യമുള്ള നേരത്തേക്ക് അവ അത് ചിലപ്പോൾ ഊരിട്ടൊന്ന് വരും. അതുകൊണ്ട് പിന്നെ ഞാനിത് പഴയൊരു ഡ്രസ്സിനെ ഇടിച്ചിട്ട് തന്നെയാട്ടോ അവനെ കൊണ്ടുപോയത്. അവിടുന്ന് മിത്ര ചേച്ചിയുടെ അവിടെ നിന്ന് പുറപ്പെട്ട് ഇറങ്ങുമ്പോൾ മാറാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എനിക്കുള്ളതെല്ലാം അതേ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കുള്ള സാരിയും കാര്യങ്ങളും എല്ലാതും ഇതേ ഞാൻ കൈ പിടിച്ചേക്കാണ്. പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ പൂവന്നെ ചെയ്ത് പിന്നെ അവിടെ നിന്ന് മിത്ര ചേച്ചി എല്ലാം സെറ്റ് ചെയ്ത് തരിക ചെയ്യുക. അപ്പോൾ സംഭവം നിങ്ങൾ തംബ്ലൈൻ കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എനിക്കറിയാം
കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളൊരു വണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുകയാണല്ലോ എന്തായാലും. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളൊന്ന് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ച്, അതുകൊണ്ടായിട്ട് ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ പോണത്. അപ്പോൾ തേജപ്പതേ പകുതിക്കൊന്ന് ചെറുതായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരത്തെ എണിച്ച കാരണം ഒരു ഉറക്കക്ഷീണം അവനുണ്ട്. പിന്നെ എന്നെ മിത്ര ചേച്ചിയുടെ അടുത്താക്കിയിട്ട് ഇവര് തേജുവിന് പാൻറ് എടുക്കാൻ പോവാട്ടോ, ബ്ലാക്ക്. കാരണം ഇവിടെ നമ്മുടെ തേജുവിൻ്റെ ബ്ലാക്ക് പാൻറ് ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടിലാട്ടോ ഞാൻ വെച്ച് മറന്നേക്കായിരുന്നു. ആദർശനോട് എടുക്കാൻ പറയുമ്പോഴേക്കും അത് ആദർശം അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവരതൊരു പാൻറ് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ എത്തിയ വഴിക്ക് തന്നെ വേഗം മിത്ര ചേച്ചി എന്നെ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട്, ഞാൻ അങ്ങനെ മേക്കപ്പ് ആയിട്ട് ചെയ്യണില്ല കേട്ടോ, പുട്ടിയടിക്കുക അങ്ങനെ ഒന്നും ചെയ്യണില്ല. എനിക്ക് ചേച്ചി ഇതേ കുറച്ച് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ണും അങ്ങനത്തെ നോർമൽ ഒരു മേക്കപ്പ് തന്നെയായിട്ട് ചെയ്യണല്ലാണ്ട് മറ്റേ ഫൗണ്ടേഷൻ ഐറ്റംസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. വേറെ ഒന്നല്ല കേട്ടോ, അപ്പോൾ ഭയങ്കര ചൂടുള്ള ടൈമല്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഉഷ്ണിക്കണ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കൂടുതൽ ടെൻഷൻ അടിച്ച് എന്തായാലും ഉഷ്ണിക്കും. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനത്തെ മേക്കപ്പ് കാര്യങ്ങളും വേണ്ട, സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ മുഖത്തുനിന്ന് ഇതേ ചളി തുടച്ചെടുത്തതാട്ടോ അതൊക്കെ. അമ്പലത്തിക്കൊക്കെ പോയിട്ട് അങ്ങനെ വന്നതല്ലേ, അപ്പോൾ നന്നായിട്ട് ടാൻ അടിച്ചിട്ട് മുഖത്തൊക്കെ ആകെ ഒരു ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കി തന്നു കേട്ടോ. പിന്നെ കണ്ണൊക്കെ ഞാൻ തന്നെ എഴുതിയിട്ടോ. ചേച്ചി എനിക്കൊന്ന് ഹൈബ്രോ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സൺസ്ക്രീനും പിന്നെ എന്താ ഒരു ഹൈലൈറ്റർ ഇട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചീക്കിലും നോസിൻ്റെ അവിടെയൊക്കെ ആയിട്ട് കുറച്ചൊന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്ക് മെയിനായിട്ട് മുടി, എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യുക, അയണൊക്കെ ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്യുക, പിന്നെ സാരി ഉടുക്കുക, ആ ഒരു കുറച്ച് പണികളായിട്ടുണ്ടായിരുന്നത്. പിന്നെ തേജുവിൻ്റെ മുടിയാട്ടോ നമ്മുടെ വിൻചേട്ടനും ആദർശം കൂടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണത്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഏകദേശം പുറപ്പെടൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ സൈഡ് വഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയിൽ ഞാൻ മാറ്റമുണ്ടായിരുന്നു കേട്ടോ. ഇടയിൽ ഞാൻ നേർവഴ്സൽ എടുക്കുന്നുണ്ട്, ഇടയിൽ സൈഡ് എടുക്കുന്നുണ്ട്. മിത്ര ചേച്ചി ആണെങ്കിൽ എൻ്റെ അടുത്ത് സൈഡ് എടുത്താൽ മതി പറയും, മറ്റേ സ്റ്റാഫുകൾ പറയും നേർവഴ്സൽ എടുത്താൽ മതി. എല്ലാവർക്കും പല തീരുമാനം കേട്ടോ, അങ്ങനെ ചെയ്താൽ ഭംഗി ഇതാ ഭംഗി എന്നൊക്കെ. ലാസ്റ്റ് ഞാൻ അങ്ങോട്ടും കൂടെ മറിച്ചും തിരിച്ചൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളതേ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇതേ പോവാൻ നോക്കട്ടെ. നമ്മുടെ തേജപ്പനെ എടുത്ത് കൊടുക്കുന്ന പാൻറ്റാണ് ഈ കാണണത് കേട്ടോ. ചിരി വന്നിട്ട് ഈ ഒരു പാൻറ്റിന്റെ കോലം കണ്ടിട്ട് അച്ഛനും പാപ്പയും കൂടി പോയി എടുത്തിട്ടുള്ള പാൻറ്റ്. അപ്പം ഇങ്ങനെ ആയില്ലെങ്കിൽ അതിശയില്ലല്ലോ, എന്തായാലും മോഡലാന്നും പറഞ്ഞിട്ട് എടുത്തേക്കണത്. തേജു ആണെങ്കിൽ മുടി തൊടരുത്, സെറ്റ് ചെയ്ത് വെച്ചേക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഇടിക്കാൻ നിൽക്കണവരുടെ പോലെയായിട്ട് നിൽക്കണത്. പിന്നെ എൻ്റെ ഈ കമ്മൽ ഞാൻ പട്ടാമ്പി പോയപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മിത്ര ചേച്ചിയും ചേട്ടനും ഇതേ ബാക്കിൽ കാറിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ അവരും വരുന്നുണ്ടായിരുന്നു. മിത്ര ചേച്ചി ഇതേ ഡ്രസ്സൊക്കെ മാറി ഇതേ മിത്ര ചേച്ചിയും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മിത്ര ചേച്ചി ഞാൻ നടക്കുമ്പോൾ പിന്നാലെ എൻ്റെ സാരി ശരിയാക്കിയേക്കാനും മുടി ശരിയാക്കിയേരും എന്നെ ഫുള്ള് കെയർ ചെയ്ത് നിൽക്കുകയാണ് തൊട്ട് ആള്. അങ്ങനെ ഞങ്ങൾ ഇതേ ഇവിടെ എത്തിയതാട്ടോ. നമ്മുടെ വണ്ടി കവറൊക്കെ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ഷോർട്സിൽ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ താറോക്സ് ആയിട്ട് എടുത്തേക്കണത്. പിന്നെ ഇതേ ക്യാമറ ടീമും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അറിയുമെന്ന് അറിയില്ല കേട്ടോ, അറിയുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് വിസ്മയ അഖിൽ എന്ന് പറഞ്ഞിട്ട് ആ ടീമായിട്ട് നമ്മുടെ വർക്കിന് വന്നിട്ടുണ്ടായിരുന്നത്. ഫുൾ വീഡിയോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശ് പാപ്പയും മിത്ര ചേച്ചിയുടെ അനുബേട്ടനും കൂടിയിട്ട് പോപ്പറും പിന്നെ വേറെ എന്തോ ഒരു ഫോഗ് പോലത്തെ സംഭവമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ, റിവീൽ ചെയ്യുന്ന ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരിവിടെ ഫുള്ള് പ്ലാനിങ് ആണ് കേട്ടോ, എങ്ങനെ എടുക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഡ്രോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും അവരവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കുറേ നേരം പിന്നെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ കയറി വരേണ്ടത് അങ്ങനത്തെ കുറച്ച് ക്ലിപ്പൊക്കെ എടുക്കണ്ടേ, പിന്നെ ഫോട്ടോസ് അതൊക്കെ ഇത് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മുടെ തേജുവിൻ്റെയും ഞങ്ങളുടെയും എല്ലാവരുടെയും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞത് മൊത്തത്തിൽ നമ്മളൊരു സർപ്രൈസാണ് കേട്ടോ, നമ്മൾ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് വണ്ടി എടുക്കാൻ എല്ലാവരും നമ്മളോട് പറയും, പക്ഷെ നമ്മൾ അങ്ങനെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വണ്ടി എടുക്കുന്നുണ്ട്, നാളെ പോയിട്ട് എടുക്കുമ്പോൾ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇൻഷാഡിൻ്റെ കുറച്ച് ഫ്രണ്ട്സിനറിയാം, പിന്നെ എനിക്കങ്ങനെ ഓവറായിട്ട് ഫ്രണ്ട്സ് ഇല്ല കേട്ടോ. ഇൻഷാഡിൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ അവർക്കറിയാം. പിന്നെ അതേ മിത്ര ചേച്ചിയുടെ അവിടെ പോയി അവരേക്കും അങ്ങനെ കുറച്ച് പേർക്ക് തന്നെയായിട്ട് അറിയുള്ളൂ. അങ്ങനെ നമ്മളിതേ എനിക്കുണ്ടല്ലോ ഈ സമയത്ത് സത്യം പറഞ്ഞ് ഞാൻ കിളി പോയിട്ടാണ് നടക്കുന്നത്. കാരണം ഞാൻ തലേ ദിവസം വരെ ഞാൻ ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര ഒരു ഇതാണെന്ന് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമം, ദൈവമേ എനിക്ക് എന്തൊക്കെയോ ഭയങ്കര ഒരു വേറൊരു ഫീലായിരുന്നു കേട്ടോ. പക്ഷേ പിറ്റേ ദിവസം ഈ ഒരു സമയമായിപ്പോണ്ടല്ലോ എനിക്ക് ഒരു ഫീലും ഇല്ല, ഒരു വിഷമവും ഇല്ല, സന്തോഷവും ഇല്ല, ഒന്നുമില്ല. ഒരു കിളി പോയിട്ട് ഒരു സ്വപ്ന ലോകത്ത് നടക്കണ പോലെയായിട്ട് ഞാൻ അവിടെ നടക്കണത്. പക്ഷേ വിൻഷേട്ടൻ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. വിൻഷേട്ടന് ഭയങ്കര ടെൻഷനായിരുന്നു. എന്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ കണ്ടോ ചിരിച്ചിട്ട്. എന്നിട്ട് വിൻഷേട്ടനെ കളിയാക്കുക, കുറച്ച് ടെൻഷൻ അടിക്കാനും ഒരു ഇത് തോന്നാനും കുറച്ച് ബോധം വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി കിടന്നു കേട്ടോ. പക്ഷേ എനിക്ക് തലേ ദിവസം വരെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എന്താ ആ ഒരു ഫീലൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാമെന്ന് അറിയില്ല കേട്ടോ, അതാണ് ഞാൻ പറയാത്തത്. അപ്പോൾ അതേ സൈനും കാര്യങ്ങളൊക്കെ ഇടുക കേട്ടോ. പിന്നെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തൊരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല സത്യം പറഞ്ഞാൽ.
എന്തൊരു ഇമോഷൻ ആയിക്കോട്ടെ, അതായത് നമുക്ക് സന്തോഷമാണെങ്കിലും സങ്കടമായാലും ഞാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല. ആരും കാണാണ്ട് ഞാൻ എല്ലാം എക്സ്പ്രസ് ചെയ്യുള്ളൂ. അതായത് സന്തോഷമാണെങ്കിൽ ആരും കാണാണ്ട് റൂമിൽ പോയിട്ട് ചാടിത്തുള്ളൂ, അങ്ങനെ കരയാണെങ്കിൽ അത് ആരും കണ്ടാണ്ട് കരയുക, അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമാട്ടോ. ഞാനൊന്നും അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ ആദ്യം ഞാൻ മിൻഷാട്ടിൻ്റെ മുമ്പിൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്തിടുന്നില്ല ഒന്നും. പക്ഷെ ഇപ്പോൾ പിന്നെയും ഞാൻ മിൻഷാട്ടിൻ്റെ മുന്നിൽ വിഷമം വരുമ്പോൾ എൻ്റെ മുഖം മാറും, ഞാൻ പെട്ടെന്ന് കരയും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ വേറെ ആരുടെ മുമ്പിൽ ഞാൻ കരഞ്ഞ് കാണിക്കാറില്ല. കരയായാലും ഒന്നും അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെ പുറത്തേക്ക് നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് വല്ലാണ്ട് ഇങ്ങനെ കാട്ടാൻ. അതാണ് ഞാൻ വീഡിയോയിൽ പോലും ഇതിൽ പല ക്ലിപ്പും ഞാൻ കളഞ്ഞിരിക്കുന്നത്. കാരണം ചെറുതായിട്ടൊക്കെ എനിക്ക് കുറച്ച് ഇമോഷനൊക്കെ ആയത് ഞാൻ കളഞ്ഞിരിക്കുന്നു. എനിക്കത് താല്പര്യമില്ലാത്തതുകൊണ്ട് കേട്ടോ അങ്ങനെ കാണിക്കാൻ. ഞാനിങ്ങനെ ചിരിച്ച് ഹാപ്പി ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സ് മാത്രമേ ഞാൻ ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. വീഡിയോസ് കുറേ ആദർശം എടുത്തതിലുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഭയങ്കര അതിശയാണ് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യണത്. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. കാരണം ഞാൻ അങ്ങനെ എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആടുന്നു, ഒതുങ്ങിക്കൂടി ഒരു വീട്ടിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ ആടുന്നു കേട്ടോ. അവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ കാര്യങ്ങൾ തന്നെയാട്ടോ സത്യം പറഞ്ഞാൽ. അതായത് നമ്മൾ ഈ പുതിയ വീട് വെക്കണവരെ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഒരു വേറെ ലൈഫ് ആടുന്നു. പക്ഷെ അതിന് ശേഷമുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഒരു ബ്ലെസ്ഡ് ആയ ലൈഫാണ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹം നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ വണ്ടി എടുത്ത് കാണാൻ. കാരണം എപ്പോഴും കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ എല്ലാവരും പറയുന്നതാണ് നിങ്ങളൊരു വണ്ടി എടുത്ത് കാണണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം സാധാരണ ആരും വിചാരിക്കാത്തല്ലേ മറ്റൊരാൾ നന്നാവണത് അങ്ങനത്തെ ഒരു ഇത്. പക്ഷെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും നേരെ ഓപ്പോസിറ്റ് ആട്ടോ. കാരണം എല്ലാവരും നമ്മൾ നന്നാവണത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് നമ്മൾ കമൻറ്റ് ബോക്സ് വഴി അറിയാറുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിച്ചോന്നറിയില്ല കേട്ടോ, ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് എല്ലാവരും ബ്ലാക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പ്ലാൻ ചെയ്തിട്ടൊന്നല്ല, പക്ഷെ എങ്ങനെയൊക്കെ എല്ലാവരും ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ എത്ര പേരെന്നായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് ഷോറൂമിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വണ്ടി. അങ്ങനെ പിന്നെ ഇടയിൽ നമുക്ക് കുറച്ചും കൂടി റീലിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഷോട്ടൊക്കെ എടുക്കാൻ നോക്കുകയാണ്. കുറേയൊക്കെ എനിക്കാണെങ്കിൽ ഭയങ്കര നാണാട്ടോ. ഇവർ എന്നെ ഇങ്ങനെ കളിയൊക്കെ ചാവിയൊക്കെ കറക്കി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വായു അങ്ങനെ വേണം ചെയ്യണമെന്ന്. പക്ഷെ ഞാനൊരു പൊടിക്ക് സമ്മതിക്കില്ല കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും വേണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒരു റീല് നല്ല ഭംഗിയിൽ എല്ലാവർക്കും ഒരു സന്തോഷം തോന്നുന്ന രീതിയിൽ ഒരു റീല് വേണം എന്നുള്ളൊരു നിർബന്ധം മാത്രമേ. ചേട്ടന്റെ വണ്ടി ഓടിച്ച് പോകണു, ഞാനിവിടെ ഇറങ്ങിയിരുന്നു. എന്താ റേഞ്ച് ഇതാരത് നമ്മുടെ വണ്ടി കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടി നമുക്ക് അങ്ങനെ ഒരു വണ്ടി നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ആയിരിക്കുന്നു ഗൈസ്. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. കുറച്ചും കൂടി വണ്ടിയുടെ വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്. തേജു പറഞ്ഞിട്ടില്ലേ എവിടെ തേജു? അപ്പൊ നമ്മള് ലാലൂസ് കിച്ചണിൽ നമ്മൾ ലാലൂസ് കിച്ചണിൽ പോവാണ് ഫുഡ് കഴിക്കി വെച്ചിട്ട് എല്ലാവരും കൂടിയിട്ട്. വിൻഷാട്ടാ എന്തൊരു സന്തോഷമില്ലാത്ത. ഞാൻ വിൻഷാട്ട് എന്താ പറയാ സന്തോഷമുണ്ട്. എനിക്ക് വിൻഷാട്ടിന് പേടിയാ. പേടിച്ചാ നമ്മള് എന്താ പറയാ ആ ഒരു ഹാപ്പിനെസിന്റെ കേട്ടോ വേറൊന്നല്ല. ഒരു എന്താ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും വിട്ടിട്ടില്ല. ഇതിനൊക്കെ നമ്മള് താരെടുത്തോണ്ടേ നമ്മള് ഒരു എന്താ ഡ്രീമിലെടുത്താണ്. സൂര്യൻ എടുത്തു വേറെ കാര്യം കേട്ടോ. സൂര്യ എടുത്ത വണ്ടിയാണ് ഞാനൊന്നല്ല. പോരാ ഫുഡ് കഴിക്കാൻ പോട്ടെ പറഞ്ഞ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷെ ഒന്നും ഇപ്പൊ ഫുൾ ബ്ലാങ്ക് ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാൻ വണ്ടി കിടക്കുമ്പോ എനിക്ക് കരച്ചില് വരും. അതൊക്കെ ഒന്നുമില്ല. ഞാനൊരു സ്വപ്ന ലോകത്തായിരുന്നു സത്യം പറഞ്ഞ. ഫുൾ എക്സൈറ്റ്മെന്റ് ആണ്. എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് എനിക്കൊരു വികാരം ഉണ്ടായിരുന്നില്ല വണ്ടി ഇറക്കുമ്പോ ചാവി ആകുമ്പോ. പക്ഷെ ഇന്നലെയൊക്കെ ഭയങ്കര കരച്ചില് വരിക, ഭയങ്കര വിഷമം. രാത്രിയൊക്കെ ഭയങ്കര വേറൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്കിത് വലിയൊരു സംഭവമാണ് ഒരു വണ്ടി. അവരോടല്ലേ അപ്പൊ കാരണം നമ്മള് സംഭവം വണ്ടിക്ക് ഭയങ്കര പ്രൗഡി കേട്ടോ. മീൻസ് നല്ല ഹൈറ്റില് ഒരു നല്ല ലുക്ക്. നമ്മള് നോർമൽ വണ്ടി ആ ഒരു തന്നെയാണെന്നു സാധാ കാറ്. പിന്നെ ഞങ്ങക്ക് തോന്നിയില്ലേ എടുക്കുമ്പോ നമുക്ക് നല്ലൊരു വണ്ടി നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആഗ്രഹത്തിന് ഒരു വണ്ടി എടുക്കാന്നുള്ള മൈൻഡ്. ഞങ്ങളിപ്പോ ഞങ്ങക്ക് മുന്നേ എടുക്കണമെങ്കിൽ ഒരു ചെറിയ കാർ എടുക്കായിരുന്നു. പക്ഷെ ഒരു ഡ്രീം കാർ പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുമ്പോ നമ്മള് ഡ്രീമിൽ തന്നെ ഉണ്ട്. അതിന് വേണ്ടി ഒരു 7-8 മാസമായി ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ ഇതിന്റെ പുറകെ ഇങ്ങനെ. സത്യം പറയാ ഇത് സൂര്യ ഡൗൺ പേയ്മെന്റും എല്ലാം സൂര്യാണ് നോക്കുന്നത്. അല്ലേട്ടാ വിൻഷാട്ടിന്റെ നല്ലൊരു സപ്പോർട്ടും എല്ലാതും ഉണ്ട്. പുകഴ്ത്തല്ലേ കാര്യം പറഞ്ഞ
ആണ് പൂഴ്ത്തിയല്ലേ. അപ്പൊ ഗൈസ് അങ്ങനെ എന്തായാലും നമ്മൾ എടുക്കുമ്പോ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു വണ്ടി എടുക്കാന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതിന് ഈ വണ്ടിയിലേക്ക് എത്തിച്ച ഒരാളുണ്ട്, പുള്ളിക്കാരൊന്നും വന്നിട്ടില്ല. ജിഷ്ണേട്ടനാണ് ഞങ്ങളുടെ ഡ്രീം ഉണ്ടായിരുന്നു, സ്വപ്നം കണ്ടായിരുന്നു. പക്ഷെ അത് പോയി നോക്കാനും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് പഠിക്കാനും ഒക്കെ മോട്ടിവേറ്റ് ചെയ്ത് ജിഷ്ണുവാണ് അങ്ങനെ ഷോറൂമിലേക്ക് കൊണ്ടുപോയത് ഓനുണ്ടാവും. അത് സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഞാൻ കീ എടുക്കാന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. കീയുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു കീയൊക്കെ എടുക്കാന്നുള്ളത്. പിന്നെ അതിന്റെ ഇടയിലാണ് ജിഷ്ണേട്ടൻ വന്നിട്ട് നിങ്ങൾ താർ എടുക്കുക, അപ്പൊ പിന്നെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടും പിന്നെ കീ ജിഷ്ണേട്ടൻ്റെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് കീ ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വണ്ടി കൊണ്ടൊക്കോ, അപ്പൊ നിങ്ങൾ താർ എടുക്കുക, എല്ലാവരും സെയിം ആവണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോയതല്ലേ. അതായത് നമുക്ക് ഇവിടെ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ കിലോ ബസാറിൽ ഒരു പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ വന്നിട്ട് അന്ന് ആ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് നേരെ ജിഷ്ണേട്ടൻ ഞങ്ങൾ ഇതിന്റെ ഷോറൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നന്ന് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് ഒരു 7 മാസം മുന്നേ. പിന്നെ 7 മാസം നമ്മൾ ഫുൾ ലക്ഷ്യം ഇതിന്റെ മുകളിൽ വെച്ച് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് സാധനം എടുത്തു. ഇത് ഇന്നത്തെ ദിവസം ജിഷ്ണേട്ടൻ വന്നില്ല. അത് ഞങ്ങളോട് ചതിയായി പോയി ജിഷ്ണേട്ടൻ ചെയ്തല്ലേ. അത് പറയും, കാരണം നിങ്ങൾ വർക്ക് കാരനാണ്. പക്ഷെ നിങ്ങൾ ചോദിക്കേണ്ട ജിഷ്ണേട്ടനെ കൊണ്ടുപോകാൻ എന്തായാലും ചോദ്യം വരും. പിന്നെ നമ്മള് ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ, ആരും അറിഞ്ഞിട്ടില്ല. ഇനി സർപ്രൈസ് ആണല്ലോ, ആർക്കും അറിയില്ല. എന്റെ ജിഷ്ണേട്ടൻ വരാഞ്ഞത് വർക്ക് കാരനാണ്. നമ്മള് വിൻഷേട്ടൻ പിന്നെ ലീവ് ആക്കിയേക്കാണ്. അപ്പൊ പിന്നെ പോലെ ചിത്തുട്ടേട്ടൻ ഇവരൊക്കെ വർക്കിന്റെ ഒരു കാരണം ആർക്കും വരാൻ പറ്റിയിട്ടില്ല കേട്ടാ. പിന്നെ ഇന്ന് നമ്മള് വണ്ടി നമ്മുടെ വീട്ടിൽ ആദ്യം ഒന്ന് കയറ്റും, അത് കഴിഞ്ഞിട്ട് നമ്മൾ വിൻഷേട്ടന്റെ വീട്ടിലേക്ക് പോകും, അവിടെ കാണിക്കും. അയ്യോ എല്ലാരും കാണുമ്പോ എന്താ പറയാണ്ട് ആർക്കും എടുക്കണ്ട് എന്നുള്ളൊരു പ്ലാൻ പോലും നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവരും വണ്ടി എടുക്കാൻ പറയാറുണ്ട് കേട്ടോ നമ്മളോട്. ഇപ്പൊ നിങ്ങളായാലും കമന്റ് ബോക്സിൽ തല്ലൂടി ചോദിച്ചു, കമന്റ് ബോക്സിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് വണ്ടി എടുക്കുന്ന. അപ്പൊ സംഭവം നമുക്ക് ആഗ്രഹം ഉണ്ട്. പിന്നെ നമ്മള് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാണ് കേട്ടോ. അതുപോലെ എല്ലാവരും കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, നിങ്ങൾ എന്താ കാർ എടുക്കാത്തൊരു വണ്ടി എടുക്കുന്നത്. ലാസ്റ്റ് എന്തായാലും നമ്മൾ എടുത്തിരിക്കുന്നു, അതും നമ്മുടെ ഡ്രീം വണ്ടി തന്നെ നമ്മൾ എടുത്തിരിക്കുന്നു ഗൈസ്. എന്റെ മൈൻഡില് താറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇഷ്ടണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സൂര്യയുടെ പണ്ടത്തേതാണ് താറ്, ബുള്ളറ്റ്. വിൻഷാട്ടിന് ബുള്ളറ്റ് കൊണ്ട് മാത്രം ഞാൻ വിൻഷാട്ടിനെ ഞാൻ വിൻഷാട്ട് ഇടയ്ക്ക് പറയും ബുള്ളറ്റ് കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും വണ്ടി ഞാൻ സമ്മതിക്കില്ല. ഞാൻ ആ ബുള്ളറ്റ് കൊടുക്കരുത്, ചിലപ്പോ ആ ബുള്ളറ്റ് കൊടുത്തിട്ട് വേറെ ബുള്ളറ്റ് എടുത്താലോ വെളുത്തതിലുള്ളത് ഏതെങ്കിലും എടുത്താലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ സമ്മതിക്കാറില്ല, ബുള്ളറ്റ് ഞാൻ കൊടുക്കാൻ സമ്മതിക്കില്ല. വിൻഷാട്ടിനെ കൊടുത്താലും ഞാൻ ആ ബുള്ളറ്റ് കൊടുക്കില്ല. കാരണം ആ ബുള്ളറ്റിനോട് എനിക്ക് അത്രയും ഒരു ഇതുണ്ട്. പക്ഷെ അത് ആ ഒരു ഇത് ഞാൻ ആ ബുള്ളറ്റ് എടുത്ത് കാട്ടാറൊന്നുമില്ല കേട്ടോ. പക്ഷെ ബുള്ളറ്റ് ഒരിതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടും ആയി, സന്തോഷം. അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. പിന്നെ വേറെന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ട് ആണ് കേട്ടോ. കാരണം നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യണോണ്ടാണ് വണ്ടി എടുക്കുക. സംഭവം ഞങ്ങളെ കുറെ സ്ട്രഗിൾ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നാലും ഞങ്ങളെ ഹാപ്പി ലൈഫ് ആയിരുന്നു. അതില് ഞങ്ങളൊരു മെമ്പർ കൂടി വന്നു, അത് നമ്മുടെ കാർ റോക്സ് തന്നെ ആയി. അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ കറന്റ്ലി നമുക്കുള്ളത് 285 2,85,000 സബ് ഉണ്ട്. ആ 2,85,000 ആൾക്കാര് നമ്മുടെ ശക്തി അല്ലെ, ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കാടുന്നു. നിങ്ങൾ വണ്ടി എടുക്കുക എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം. ഞാൻ മുഖത്തൊക്കെ കാര്യം വലിച്ചു അല്ലേ, വെയിലത്താടുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ലാലൂസ് കിച്ചണിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ പട്ടാമ്പി എത്തിയിട്ട് നാടൻ ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ലാലൂസ് കിച്ചൺ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അവിടേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളിത് നമ്മുടെ താറിലുണ്ട്, ആദർശും വണ്ടിയിൽ വരുന്നുണ്ട് ബാക്കിൽ, അതുപോലെ മിത്ര ചേച്ചിയും ചേട്ടനും ബാക്കിൽ വണ്ടിയിൽ വരുന്നുണ്ട്, നമ്മുടെ ക്യാമറ ടീം ബാക്കിൽ, എല്ലാവരും ബാക്കിൽ വരുന്നുണ്ട്. എല്ലാവരും കാറിൽ വന്ന കാരണം ഓരോരുത്തർ അങ്ങനെ അവരുടെ കാറിലാട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തരുടെ കാറൊക്കെ ഓരോ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വിൻഷാന്റെ ഫ്രണ്ട്സ് എന്ന് പറയാറുണ്ടല്ലോ, രാജേന്ദ്രൻ, ഇവർക്കും അറിയില്ല കേട്ടോ. നമ്മൾ താറിൽ വരുമ്പോൾ അവരും അതൊക്കെ പോയിട്ട് അയ്യോ വണ്ടി എടുത്തോ, ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക്, അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമ്മൾ നന്നാവുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണുമ്പോൾ അവരുടെ ഫേസിൽ അറിയാമല്ലോ, അവരുടെ മുഖത്തറിയാം അവരെത്രത്തോളം അതിൽ സന്തോഷിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത് കുറേ പേരുടെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പം മിത്ര ചേച്ചി ആയിക്കോട്ടെ, അനൂപേട്ടനായിക്കോട്ടെ, നമ്മുടെ ആദർശ് ആയിക്കോട്ടെ, ഇവിടെ ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ മറ്റേ രാജേന്ദ്രൻ നിന്നിടുന്നു. രാജേന്ദ്രൻ ചേട്ടനാണോ എനിക്കറിയില്ല കേട്ടോ, ഇതുകൊണ്ട് രാജേന്ദ്രൻ എന്ന് പറയാം. അപ്പോൾ ആൾ നിൽക്കിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് അയ്യോ വണ്ടി എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മുഖത്ത് ആ പ്രസൻസ് ഇത് കണ്ടു കേട്ടോ, ഹാപ്പി ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ തേജ് കേട്ടോ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണത്, അവരുടെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോയിട്ടോ. അതായത് നമുക്കിനി കുറച്ച് വണ്ടിയുടെ വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഇതേ വണ്ടിയിൽ കയറി
ക്യാമറക്കാരും കൂടിയിട്ട് നമ്മളിനി എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോകണം എന്നുള്ള പ്ലാനാട്ടാ. അപ്പോൾ ഇതേ രാജേന്ദ്ര ഇതേ ടാറ്റ തരാട്ടോ അവിടെ നിന്നിട്ട് പോവുകയാണ്. അപ്പോൾ അയാൾ പറയണത് അതാണ് ഭയങ്കര ഇതായി പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ വന്നിട്ട് വിൻഷാൻ്റെ അടുത്ത് ഇങ്ങനെ പറയേണ്ടിട്ടാ. കാരണം നമ്മളെപ്പോഴും ബൈക്കുമ്പോൾ വെയിലത്ത് ഇങ്ങനെ കയറി വരുമല്ലോ. അപ്പോൾ ഇവർ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, മോശം ഉണ്ട് കേട്ടോ, നിങ്ങളൊരു വണ്ടി എടുക്കുക, ഒരു കാർ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളതിനെ കളിയാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇതേ പോവാണ് കേട്ടോ. അപ്പോൾ ആദർശ് പോയിട്ടോ. ആദർശ് നമ്മുടെ കുഞ്ഞിച്ചക്കനൊരു കപക്കെട്ടുള്ള കാരണം ഒന്ന് ഡോക്ടറെ കാട്ടണമെന്നും പറഞ്ഞിട്ട് അവരങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതേ കാറിൽ നമ്മൾ പോവാണ് കേട്ടോ. എങ്ങട്ടാ നമ്മൾ നമ്മുടെ തൃത്താലേക്ക് പോകാനുള്ള പ്ലാനാണ്. പോയി മിത്ര ചേച്ചിയും ചേട്ടനും അവർ അങ്ങോട്ടും വലപ്പുഴയ്ക്കും പോയിട്ടാ. ഇപ്പം ഞങ്ങൾ പോണത് ഫോട്ടോസ് എടുക്കാൻ, വണ്ടിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക. പിന്നെ നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്തിട്ട് കാണാം. അപ്പം നമ്മൾ നമ്മുടെ റൂഫ് ഇതുവരെ മുകളിലത്തെ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ഓപ്പൺ ആക്കി നോക്കി. അത്യാവശ്യം വലിയ സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ജിഷ്ടാൻ്റെ വണ്ടിയിലത്തെ ആ ഒരു സ്പേസൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഇത് നല്ല രീതിക്ക് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തേജപ്പം നല്ല ഹാപ്പി ആയിക്കണം കേട്ടോ അത് കണ്ടപ്പോൾ. കാരണം അവൻ്റെ വലിയൊരു ഡ്രീമാണ് കേട്ടോ സൺറൂഫ് ഉള്ളത് വേണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ നമ്മുടെ വെള്ളിയാങ്കല് പാർക്കിൽ അവിടേക്കായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്നായിരുന്നു നമ്മൾ കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് വെഡിങ് ആനിവേഴ്സറി ഇല്ലേ, അപ്പോൾ അതിനുള്ള കുറച്ച് ഞങ്ങളുടെ സിംഗിൾ ഫോട്ടോസ് മീൻസ് ഞാനും മിൻചാട്ടിനും കൂടിയിട്ടുള്ള കപ്പിൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ ക്യാമറ ടീമുകാർ ഇനി പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതേ വെള്ളവും പിന്നെ എന്തോ കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരേനെ യാത്രയാക്കിയിട്ട് ഞങ്ങളിതേ ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്കാട്ടോ പോണത്. ഇത് നമ്മൾ മുമ്പ് ഇവിടുന്ന് തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കിളിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐറ്റം ആ സാധനമായിട്ടോ നമ്മൾ ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേജുവിന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഇത് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞു. നമ്മളിനി മിൻചാട്ടി ലഡു വാങ്ങാൻ പോവാട്ടോ. വിതരണം ചെയ്യാനുള്ള ലഡുകൾ വാങ്ങാൻ പോവാണ്. ഒന്ന് കിടന്നോ? എന്താ മോള് കയറിക്കേ? ആ കിടന്നോ. ലഡു വാങ്ങട്ടെ കേട്ടോ. ലഡു വാങ്ങിയിട്ട് ഇതേ വീട്ടിലേക്ക് പോകുമ്പോൾ നേരെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മുടെ ജിഷ്ണേട്ടൻ കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് പെട്ടു കേട്ടോ. കൈയോടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജിഷ്ണേട്ടൻ ഇത് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് എന്താട്ടോ നമ്മൾ വീട്ടിലേക്ക് വണ്ടി കയറ്റണത്. സത്യം പറഞ്ഞാൽ ദൈവം കൊണ്ട് നിർത്തിയ പോലെയായിരുന്നു കേട്ടോ. കാരണം നമ്മളങ്ങനെ ഇങ്ങനെ ഒരു പ്ലാനിങ് വീട്ടിലേക്ക് കയറ്റണ വീഡിയോ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് നമ്മളിങ്ങോട്ട് തിരിക്കുമ്പോൾ കൊണ്ട് ജിഷ്ണേട്ടൻ നമ്മുടെ മുന്നിൽ തന്നെ വന്ന് ചാടി കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വീട്ടിലേക്ക് വണ്ടി കയറ്റണ ആ ഒരു വീഡിയോ നമ്മുടെ ജിഷ്ണേട്ടൻ തന്നെ മെയിൻ ആൾ തന്നെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വീട്ടിലേക്ക് ഫസ്റ്റ് ടൈം ഇതേ വണ്ടി ഇറക്കുകയാണ്. നമ്മുടെ സ്വന്തം വണ്ടി ഇതേ നമ്മൾ ഇറക്കിയേക്കാണ് കേട്ടോ. അപ്പം എല്ലാവരും പറയുന്നതാണ് മുറ്റത്ത് ചെടി എന്താ പറയുക മരം നട്ടൂടെ മാവ് നട്ടൂടെ എന്നൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമുക്ക് അങ്ങനെ ഒരു മാവോ വലിയ മരമോ നടാനുള്ള സ്പേസ് ഇല്ല എന്ന് എപ്പോഴും പറയണം. എൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം അത് ഈ ഒരു വണ്ടി ഒരു സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ സ്പേസ് ഇല്ല, നമുക്ക് മുറ്റമില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ അതൊക്കെ നമ്മൾ മുന്നേ കൂട്ടി കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ചെറിയ രീതിക്ക് ചെടികൾ മാത്രം വെച്ച് കൊടുത്തത്. നോർമൽ വലിയ മരങ്ങളൊന്നും കൊടുക്കാൻ അതിനുള്ളതില്ല. നമ്മുടെ രണ്ട് സൈഡിക്കും ഇല്ല. ആകെ ഈ ഫ്രണ്ടിലുള്ള മുറ്റും ബാക്കിൽ കുറച്ചും അത്ര തന്നെ ഉള്ളൂ. നമുക്ക് നോർമൽ യൂസേജിനുള്ളത് തന്നെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാട്ടോ നമ്മൾ വേറെ വലിയ സാധനങ്ങളൊന്നും വെക്കാത്തത്. അപ്പോൾ അതേ വണ്ടി ഇപ്പം ഇങ്ങനെയായിട്ട് ഇട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഒതുക്കി ഒരു സൈഡിലേക്ക് ആക്കണം. അതിപ്പോൾ അതേ ഇനി ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെയ്തോളും. ജിഷ്ണേട്ടൻ വണ്ടി കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ജിഷ്ണേട്ടനും ഇതേ വണ്ടിയൊക്കെ തുറന്ന് എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഇത്ര നേരം ഞാൻ സംസാരിച്ചില്ല. ഇനി നമ്മുടെ തേജപ്പൻ എന്തൊക്കെയോ പറയാണ്ട് എന്ന് പറഞ്ഞു. എന്തോ പറയാലോ, ഉറക്കത്തുനിന്ന് ആട്ടോ പറയണത്. ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അതേ ഉറക്കത്തുനിന്ന് എനിട്ടൊക്കെ ആട്ടോ പറയണത്. തേജ് ഹാപ്പി അല്ലേ? വണ്ടി എടുത്തത് ഇഷ്ടമായില്ലേ? വണ്ടി നല്ല ഇഷ്ടമായോ? പറയേ സബ്സ്ക്രൈബേഴ്സിനോട് പറയേ ഞങ്ങൾ വണ്ടി എടുത്തു, എനിക്ക് ഇഷ്ടമല്ല വണ്ടി, എൻ്റെ ഡ്രീം വണ്ടി എടുത്തു. നമ്മൾ എടുക്കുന്നു വിചാരിച്ചിട്ടില്ല അല്ലേ? വണ്ടി എടുക്കുന്നു ഡ്രീം വണ്ടിയായിട്ട് എടുത്തേക്കണത്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇൻഷാട്ട് ഇത് ലഡു വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അപ്പുറത്ത് സുധേച്ചി ആർക്കും അറിയില്ല കേട്ടോ. ഇവരെല്ലാവരും നമ്മൾ വണ്ടി കൊണ്ട് വരുമ്പോൾ വണ്ടി എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് സുധേച്ചും ഗീതേച്ചും എല്ലാവരും ഇങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതേ വേഗം ലഡുക്കെ വാങ്ങിയത് ഇതേ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സുധേച്ചറോടത്ത് അച്ചതേ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ വണ്ടിയൊക്കെ. അപ്പോൾ ഇതേ അവിടെ ലഡു വിൻചാട്ട ഇങ്ങനെ കയ്യിൽ കൊടുക്കുക. ഞാൻ ചീത്ത പറയുന്നത് എന്താ കയ്യിൽ ഇങ്ങനെ കൊടുക്കണം, ഒരു കവറിൽ എന്തെങ്കിലും ആക്കി കൊടുക്കുന്നൊക്കെ. അപ്പോൾ അവരിതേ കൈയോടെ വാങ്ങി അവിടെ നിന്ന് കഴിക്കുക ചെയ്ത്. പിന്നെ നമ്മുടെ തേജപ്പൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അപ്പുറത്ത്, ഇനി അവർക്കൊക്കെ കൊണ്ടു കൊടുക്കണം അല്ലേ? ഞാൻ കൊണ്ടുകൊടുത്തു. ഞങ്ങൾ രാത്രിയെ കൊടുത്തത് അല്ലേ?
അവരവിടെ ഉണ്ടായിരുന്നിട്ട് രാത്രി ആകുമ്പോ വന്നു. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടോ. അപ്പൊ അതേ വണ്ടി ഞാൻ സൈഡിക്ക് ഇടാനുള്ള ഒരു തത്രപ്പാടലാണ് കേട്ടോ. പിന്നെ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോ നിങ്ങൾക്ക് ഇപ്പോഴും മിറ്റം തോന്നും. അതൊക്കെ തോന്നുന്നു ഇങ്ങനെ നമ്മള് ലാൻഡ്സ്കേപ്പിൽ എടുക്കണോണ്ടാ തോന്നുന്നു കേട്ടോ. കണ്ടോ ഇങ്ങനെ ഒരു ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബൈക്കും സ്കൂട്ടിയും വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ സൈഡ് ഒരു ഷെഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഫില്ലായി. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടത്തെ ഒരു ഇതുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ മിറ്റം. പക്ഷെ കുറേ പേർക്ക് നമുക്ക് കുറേ മിറ്റുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്തുകൂടെ, പച്ചക്കറി നട്ടുകൂടെ എന്നൊക്കെ കമന്റുകൾ ഇങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതെ അങ്ങനെ കേട്ടോ. പിന്നെ നമ്മുടെ ജിഷ്ണേട്ടനെ കൊണ്ട് തന്നെ നമുക്ക് ഇതേ ഇവിടുന്ന് നമുക്ക് ഗിഫ്റ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോറൂമിൽ നിന്ന് ഇതേ ഒരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിഷ്ണേട്ടൻ ഇതേ അതൊക്കെ തുറന്ന് ജിഷ്ണേട്ടനെ കൊണ്ട് തന്നെ അങ്ങോട്ട് നോക്കിപ്പിച്ചു കേട്ടോ. കാരണം ജിഷ്ണേട്ടനാണ് നമ്മളതിനെ അങ്ങോട്ട് മുട്ടിച്ചെന്നാൾ കൊണ്ടുപോയിട്ട് ആ പടി കയറ്റിച്ചാൽ ജിഷ്ണേട്ടനാട്ടോ ഞങ്ങളതിനെ. അങ്ങനെ അവിടെ നിന്ന് ഒരു കപ്പും പിന്നെ എന്താണ് അത് ടവലോ തേജോ ഒരു ടവല് ഇങ്ങനെ ക്ലീൻ ആക്കാനുള്ളതും പിന്നെ ഇത് ഒരു പേഴ്സ് പോലെ എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിത് എന്താ സംഭവിച്ചിട്ട് കുറച്ചേരം നോക്കിയിട്ട്. അപ്പൊ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. എന്തെങ്കിലും. ഹലോ ഗൈസ്, അപ്പോ ഞങ്ങള് താറെടുത്ത വിശേഷം സൂര്യ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇനി ഞങ്ങള് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് കാണിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് സൂര്യയുടെ വീട്ടിലേക്ക് പോകണം. പിന്നെ ഒരു കല്യാണം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്, ഒന്ന് അങ്ങോട്ട് പോകണം, നാരായണൻ്റെ കൂട്ടുകാരൻ്റെ. അപ്പോൾ ഞങ്ങൾ ആദ്യം വീട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ സൂര്യ എന്താ പാട്? അങ്ങനെ സൂര്യനെ പ്രൗഡ് ബി സൂര്യയുടെ കഴിവ് തന്നെ കേട്ടോ. മീൻസ് അങ്ങനല്ല, അത് സൂര്യ വിചാരിച്ചുകൊണ്ട് മാത്രം നടന്നാണ്, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. എന്തായാലും ഹാപ്പിയാണ്. അപ്പോൾ ഓക്കെ, കാണാം. അപ്പോൾ അതേ വണ്ടി എടുത്ത് ഇനി നമ്മൾ ആദ്യം വിൻഷാട്ടിൻ്റെ വീട്ടിലേക്കായിട്ട് പോണത്. അപ്പോൾ വിൻഷാട്ടിൻ്റെ വീട്ടിലേക്ക് പോണ വഴിക്ക് നമുക്ക് അച്ഛനെ കിട്ടും കേട്ടോ. കാരണം അച്ഛൻ സെൻറ്ററിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അച്ഛനെ നമ്മൾ റോട്ടിൽ നിന്ന് തന്നെ കയറ്റിയായിട്ട് ചെയ്യണത്. അപ്പോൾ അതേ ലഡുവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തേജുവിൻ്റെ സ്റ്റൈല് നോക്കി, ഏത് സ്റ്റൈൽ മന്നൻ പോണത് അപ്പുറത്ത് കൂടെ വണ്ടിയുടെ ജാതി സ്റ്റൈലേ. അപ്പൊ ഞാനും ഇതേ ചെറിയ രീതിക്ക് ഇപ്പൊ കമ്മൽ ഊരിയില്ല കേട്ടോ. കാരണം എനിക്ക് കമ്മൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കമ്മൽ തന്നെ എടുത്തിട്ടു കേട്ടാ. മേലൊക്കെ കഴുകി ഒന്ന് സെറ്റായിട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ വണ്ടി വരുന്നു. നമ്മുടെ വീടിന്റെ ഈ വ്യൂ എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഇതേ ഇപ്പൊ കണ്ടോളൂ നമ്മുടെ വണ്ടി. ഇത് രസാലേ ഞങ്ങളുടെ വണ്ടി വരിട്ട് കാണാൻ. നല്ല തേജോ അടിപൊളിയായില്ലേ? അപ്പോൾ അതേ വണ്ടി ഇറക്കിനി നമ്മൾ പോവാട്ടോ. എവിടേക്കാം നമ്മളങ്ങടെ വത്സലമ്മോടേക്ക്. അപ്പൊ നമ്മള് അങ്ങോട്ട് വിൻഷാന്റെ വീട്ടിലേക്ക് പോവാട്ടാ. വണ്ടി എടുത്ത് വീട്ടിൽ പോട്ട് അപ്പൊ നമ്മളിത് സെന്ററിൽ എത്തിയപ്പോ തന്നെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതേ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ ആദ്യം ഞങ്ങൾ എന്നും ഓരോരുത്തരുടെ വണ്ടി എടുത്തിട്ടല്ലേ പോവാറ്. അപ്പൊ അച്ഛന്റെ പേര് ഞങ്ങൾ ആരുടെയും വണ്ടി എടുത്തേക്കിട്ടോ പോവാന്നാട്ടോ. അപ്പൊ ഞങ്ങൾ എടുത്താന്ന് പറയുമ്പോഴും കുറച്ച് അച്ഛൻ എന്ന് ചോദിച്ചു നിൽക്കുകയായിരുന്നേ. അങ്ങനെ ഇതേ നമ്മള് പിന്നെ വിൻഷാന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരോട് ഇങ്ങനെ കൈകൊണ്ട് കട്ടിട്ട് വിൻഷാട്ട് ജാതി ചാടാലേ തേച്ചിയോ. അച്ഛൻ ജാതി പവർ ആർന്നൂല്ലേ സെന്ററിൽ ഇറങ്ങിയപ്പോ. അപ്പൊ എന്നിട്ട് ഞങ്ങള് വണ്ടിക്ക് പുതിയ മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ഇതാ ബാക്ക് സീറ്റില് മറ്റു സാധനം വലിച്ചെടുക്കുക. എന്തൊക്കെയോ പിന്നെ കുറെ സെറ്റിങ്സ് തേജുവിന് അറിയാതാട്ടോ പറയണത്. അപ്പൊ ഇത് ഇപ്പുറത്തുനിന്ന് പിന്നെ സുന്ദരേട്ടനും അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അമ്മയ്ക്ക് ഇങ്ങനെ കൈയൊക്കെ തന്നു, എന്തായാലും കലക്കി അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ തന്നിട്ടോ പറഞ്ഞയച്ചത്. പിന്നെ നമ്മളിത് വിൻഷാന്റെ വീട്ടിലേക്കായിട്ട് പോകണത്. അപ്പൊ നമുക്ക് ഇത് കൂടെ വണ്ടി കയറ്റുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കാരണം എന്താ പറയാ സൈഡില് രണ്ട് സൈഡും മതിലൊക്കെ ആയ കാരണം ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ വീട്ടിലെത്തുമ്പോഴേക്ക് അച്ഛൻ അങ്ങനെ പറയണ്ടിട്ടോ വണ്ടി എടുത്തു എന്നുകൊണ്ട് ഇങ്ങനെ അമ്മോട് ഇങ്ങനെ വിളിച്ച് പറയണ്ടിട്ടോ. അങ്ങനെ ഇതേ നമ്മൾ വണ്ടി ഇതേ വീട്ടിലേക്ക് കയറ്റി അമ്മമ്മേനെ ഇവരെയൊക്കെ കാണിക്കണം. പിന്നെ അപ്പുറത്ത് വിൻഷാടിൻ്റെ ഒരു ചേട്ടനുണ്ട്, ചേച്ചി, അവരെയൊക്കെ വിളിക്കണം. അപ്പം എല്ലാവരെയും ഒന്ന് കാണിക്കണം കേട്ടോ. അപ്പം അതേ ആദ്യം വണ്ടി ഇങ്ങോട്ട് തിരിച്ച് കയറ്റിയിടാൻ പോവാ കേട്ടോ. എന്നിട്ട് ഒന്ന് അമ്മമ്മേനെ കാണിക്കണം. അമ്മമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല, അമ്മമ്മയ്ക്ക് ചില സമയത്ത് ഓർമ്മയൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മമ്മേനെ വിളിച്ച് ഒന്ന് ശരിക്കും ഒന്ന് കാണിച്ചു കൊടുക്കണേ. അപ്പോൾ വിൻഷാടിൻ്റെ വീട്ടിലേക്ക് ഇതേ വണ്ടി ഇങ്ങനെ പെക്കടിച്ച് ഇതേ പതുക്കെ കയറ്റുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കയറ്റി സെറ്റാക്കി ഞങ്ങൾ ഉച്ചയ്ക്ക് എടുത്തു. ഇപ്പോൾ വീട്ടിൽ നിന്ന് മേലൊക്കെ കഴുകി ല്ലേ 21-ാം തീയതി നടന്നു. പിന്നെ അതേ അമ്മമ്മേനെ അതേ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ വിൻഷേട്ടൻ. എന്നിട്ട് ഇതേ വണ്ടിയിൽ കയറ്റിന് എല്ലാവരും കൂടിയിട്ട് ഒന്ന് ഇതേ റൗണ്ട് അടിച്ച് വരാച്ചിട്ടാ കേട്ടോ. അപ്പുറത്ത് കൂടെ അതായത് സെന്ററിൽ കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ എവിടേക്കൊക്കെ വിൻഷേട്ടൻ പോയിട്ടാ. അപ്പൊ അങ്ങനെ ഇതേ ഒന്ന് റൗണ്ട് അടിച്ച് നമ്മളിതേ നേരെ തിരിച്ച് വീട്ടിലെത്തി അമ്മമ്മേനെ അതേപോലെ കൊണ്ടവിടെ കൊണ്ടിരുത്തണം കേട്ടോ. അപ്പൊ ആദ്യം ഇതേ ഇറങ്ങി എന്താ തേജുന് പറയാള് ദൂകിച്ചിരോട് കരങ്ങളോടെ ദൂകി ദൂകിച്ചിരോട് കരങ്ങളോടെ പാട്ട് പാടുകയാണ് കേട്ടോ.
ഞാൻ എന്ത് തൂക്കിന്നല്ല തൂക്കിയല്ലല്ലോ തൂക്കിയല്ലല്ലോ കിളി പോയി തോന്നുന്നു അച്ഛന്റെ മോന്റെ ഒക്കെ അതല്ല തൂക്കിച്ചിരോട് അതല്ല വാഴയത്തെ പാട്ടാട്ടോ കുട്ടി പറഞ്ഞത്. അപ്പൊ അമ്മമ്മേനെ ഇനി അവിടെ കൊണ്ടുവച്ചു കേട്ടോ. അപ്പൊ അമ്മമ്മയാണെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കുമ്പോ തൂണുമ്പോ ഇങ്ങനെ പിടിക്കുക. അപ്പൊ വീഴില്ലേ വിൻചേട്ടൻ ചീത്ത പറയട്ടെ എന്തെങ്കിലും കാട്ടിന് അങ്ങനെ പിടിച്ച വീഴുന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അങ്ങനെ നമ്മൾ ഇത് ഇവിടുന്ന് മിഠായി അല്ല നമ്മുടെ ലഡു ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് അപ്പുറത്ത് സന്ധ്യച്ചിക്കും മണിയേട്ടനും ഇതേ അവിടെ അമ്മമ്മയ്ക്കും എല്ലാവർക്കും അങ്ങോട്ട് വിതരണം അങ്ങോട്ട് ചെയ്തു. പിന്നെ അപ്പുറത്ത് വേറെ വീട്ടുകാരുണ്ട് കേട്ടോ. അപ്പൊ അത് അവിടെയൊക്കെ കൊണ്ട് കൊടുത്ത് നമ്മൾ ഇതേ നേരെ ഇനി വീട്ടിലേക്ക് പോകും കേട്ടോ. ഇത് വിൻചേട്ടന്റെ സ്വന്തം ചേട്ടനല്ല, എന്താ അമ്മാവന്റെ മോൻ എന്നൊക്കെ പറയില്ല, അങ്ങനെ വലിയ മണിയേട്ടൻ ഞങ്ങൾ പറയാം കേട്ടോ. അപ്പൊ അവിടെ പോയി ഇവിടെ സന്ധ്യച്ചിയും പൊന്നൊക്കെ ഉണ്ടാവേ. അപ്പം അതേ സന്ധ്യച്ചിക്ക് കൊടുക്കാൻ പോയേക്കാണ് കേട്ടോ ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം എടുത്തിട്ട് അതിൻ്റെ ഒരു ചിലവ് ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ഇതല്ലേ. അപ്പോൾ ഞാൻ സന്ധ്യച്ചോട് ഞാൻ പറയാം, ഞാൻ ആദ്യമായിട്ട് സന്ധ്യച്ച് ഇത്രയും വിലയുള്ള ഒരു സാധനം എടുക്കണത് ജീവിതത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സന്ധ്യച്ചയിൽ കൊടുക്കണത് കേട്ടോ. അപ്പോൾ സന്ധ്യച്ച് അതേ നന്നായുള്ളൂ, നന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനിങ്ങനെ എന്താ പറയുക പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്നും അതേ യാത്ര പറഞ്ഞിട്ട് ഇനി നമ്മൾ ഇറങ്ങാട്ടോ. അമ്മമ്മോട് ഇങ്ങനെ പറഞ്ഞല്ലോ വിൻചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ തലേന്ന് ഇതേ നമ്മൾ അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വിൻചേട്ടൻ്റെ ചേട്ടനൊക്കെ അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചെക്കനും ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുഖം പൊത്തി വിടും. അപ്പോൾ ഞാൻ തന്നെ വീഡിയോ ഓഫ് ആക്കിയിട്ടാ. പിന്നെ നമ്മൾ അങ്ങനെ കല്യാണ വീട്ടിലൊന്ന് പോയിട്ട് നേരത്തെ നമ്മുടെ വീട്ടിൽ പോകുന്നു. നേരെ പോന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനി നേരെ എൻ്റെ വീട്ടിലേക്ക് കേട്ടോ. നമ്മൾ തൃശ്ശൂർക്ക് പോവുകയാണ്. ഇനി നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സൂര്യയുടെ വീട്ടിലേക്ക് അവിടേക്കാണ് ഇനി പോണത്. വീട്ടിലേക്ക് പോകണം, പിന്നെ തറവാട്ടമ്പലത്തേക്ക് ഒന്ന് പോകണം കേട്ടോ. തേജോ ടാറ്റ. പിന്നെ അച്ഛനും മോനും കൂടിയിട്ട് ഇതേ പാട്ടൊക്കെ വെച്ച് നല്ല അർമാദിച്ചിട്ടാട്ടോ വണ്ടിയിൽ പോണ്ടാടുന്നത്. ഇത്ര നേരം എനിക്ക് ടെൻഷനൊന്നും ഇല്ല എന്നല്ല പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കണ്ട എൻ്റെ കയ്യൊക്കെ ഉഷ്ണിച്ചൊരു ഭയങ്കര അവസ്ഥയാണോ പോലെ എനിക്ക് തോന്നിയിട്ടാ. അപ്പം ഞാൻ മിൻചേട്ടനോട് പറയും എന്താണോ ഭയങ്കര ടെൻഷൻ തോന്നുന്നു എന്തോ പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇത്ര നേരം ഞാൻ വീഡിയോ എടുത്ത് എല്ലാത്തും ഇതാക്കില്ല. പക്ഷെ വീട്ടിൽ ചെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പേടിയാവും കേട്ടോ. എനിക്കിപ്പോഴും അതെ. അപ്പം ഞാൻ അങ്ങനെ പറയേണ്ട ഈശ്വര വണ്ടി കണ്ട അച്ഛനായാലും അമ്മയായാലും അവർക്ക് സന്തോഷമാണ്, സംഭവം ഒക്കെയാണ്. പക്ഷെ ഇവർ പെട്ടെന്ന് അവർക്കും ഏത് നമുക്ക് അതായത് നമ്മളിപ്പോൾ സാധാ ഒരു ഫാമിലി സാധാ ഒരാൾക്കാരല്ലേ. അപ്പോൾ അവരുടെ ഉള്ളിൽ വേറൊരു ഇതായിരിക്കും നമ്മളിങ്ങനെ എടുത്തു ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ. അമ്മയ്ക്കൊക്കെ എന്താ പറയുക, അമ്മയ്ക്കായാലും അച്ഛനായാലും ഒക്കെ ഭയങ്കര ഒരു ഫീലായിരിക്കും ഞാനിങ്ങനെ വണ്ടി എടുത്തു എന്ന് അറിയുമ്പോൾ. അത് എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്രസ് ചെയ്യലുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ ഓവറായിട്ട് അമ്മയും അച്ഛനൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരിക്കലും വിചാരിക്കരുത്. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, സംസാരിക്കണതൊന്നും അങ്ങനെ ഒക്കെ കട്ട് ചെയ്തേക്ക് കടന്ന്. പിന്നെ അതേ നമ്മൾ അമ്മേനൊന്ന് ജസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് ആട്ടോ പോയത്, തറവാട്ടമ്പലത്തേക്ക്. അവിടെ കളം നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങളൊന്ന് അവിടെ പോയി തൊഴുതിട്ട് പിന്നെ ഏട്ടാ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ തറവാട്ടമ്പലം. എല്ലാ കൊല്ലം ഇവിടെ വെക്കേഷന് ഈ ഒരു ടൈം ആകുമ്പോൾ കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അമ്മയൊന്നും ഇല്ല കേട്ടോ. അമ്മ ആരെയൊക്കെ പിന്നെ ഡെലിവറി കഴിഞ്ഞ് കിടക്കല. അപ്പോൾ അമ്മയൊന്നും വന്നിട്ടില്ല. പക്ഷെ അച്ഛൻ അമ്പലത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് അച്ഛനെ കാണണം, പിന്നെ കയറുക, തൊഴുക, പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നിട്ട് രാത്രി കേട്ടോ കളം കാണാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നേ. അതിനതേ തറവാട്ടമ്പലത്തിൽ എത്തിയിട്ടോ. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ്റെ വേഗം പഠിക്കലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ കളിച്ച് നടന്നിരുന്ന ഒരു തറവാടായിരുന്നു കേട്ടോ. ഇവിടെ തന്നെയായിരുന്നു കളം തുടങ്ങിക്കഴിഞ്ഞ്. ഇപ്പം നമ്മളൊരു അതിഥികളെ പോലെ വരിക, തൊഴുക, പോവുക, ഈ ഒരു അവസ്ഥയായി മാറിയിട്ടാ. ഷോപ്പില് രാവിലെ തൊട്ടില് രാത്രി തൊട്ടില് നമ്മുടെ ഷോപ്പിലായിരുന്നു. കാറിന്റെ ഷോപ്പിൽ ആദ്യമൊക്കെ വേറൊരു ഫീലായിരുന്നു തറവാട്ടമ്പലത്തേക്ക് വരിക പറയുമ്പോൾ. ഇപ്പം എന്തോ നമ്മൾ ആരോ പോലെ വന്ന് തൊഴുതു പോണ ഒരു ഫീല്, ഒരു ഭയങ്കര വിഷമം പോലെ തോന്നിയിട്ടാ. അങ്ങനെ തൊഴുതിട്ട് ഇതേ ഞങ്ങൾ തിരിച്ചിനി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കളം തുടങ്ങാറാവുമ്പോൾ തുള്ളലും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ വരികയായിട്ട് ചെയ്യുള്ളൂ. വണ്ടി ഒതുക്കണേക്കാൻ മുന്നേ നമുക്ക് ഇവിടെ റോട്ടിൽ വണ്ടി ഇടാൻ പറ്റില്ല. അപ്പം നമ്മൾ അച്ഛൻ്റെ ഫ്രണ്ടിന് ഇപ്പോൾ യൂസ് ആയിട്ടാണ് അവരുടെ വീട്ടിലായിട്ട് വണ്ടി ഇടുക. അപ്പം വണ്ടി കൊണ്ടിടണേക്കാൻ മുന്നേ അമ്മയും കൊണ്ടൊക്കെ റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറയാട്ട് ചെയ്യണത്. അപ്പം അമ്മയൊക്കെ അതേ ഓടി വന്ന് വേഗം കയറി കിടത്തോട്ട് വിചാരിച്ച അമ്മ എന്നെ ആദ്യം ചീത്ത പറയുന്നിട്ടാ. പക്ഷെ അമ്മ അതേ വേഗം വന്ന് വണ്ടിയിലൊക്കെ കയറി ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ ആര്യനും ഉണ്ണീനെയും വീട്ടിലിരുത്തിയേക്കാട്ടോ, അമ്മമ്മേനെയും കൂടി തുണക്കിയിരുത്തി. അപ്പം അമ്മ അങ്ങനെ പറയണ്ട അവർക്ക് വേണ്ട രാത്രിയെല്ലാം അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദർശാട്ടാ വണ്ടി ഓടിച്ച്, വിൻചേട്ടനും ആദർശം ഞങ്ങളെല്ലാവരും ഇതേ കയറി ഇതേ പോകാൻ നോക്കട്ടെ. അപ്പോൾ തേജ് ഭയങ്കര തള്ളായിട്ടിരുന്നിട്ട് AC ഇങ്ങനെയാണ്, അവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്കിരുന്ന് ഇങ്ങനെയൊക്കെ ഭയങ്കര ക്ലാസ് എടുത്ത് കൊടുക്കലാട്ടോ. അത് ചെയ്ത് അവിടെ അങ്ങനെയാവും, ഇവിടെ റൂഫ് ഉണ്ട്, അവിടെ അത് കാണും ഭയങ്കര തള്ളു, ഭയങ്കര സ്റ്റൈല് കാട്ടിലായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ. സാധനം അതന്നെ
ഏട്ട് പോണ്ടല്ലോ നമുക്ക്. ഒന്ന് കറങ്ങിപ്പോരെ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവോ? അല്ല വരാന്നിപ്പോ വരാൻ പറഞ്ഞു ചേട്ടാ. ഒരു മിനിറ്റ് ഇപ്പൊ വരാട്ടോ, എന്നിട്ട് ഞങ്ങൾ ഗേറ്റ് അടയ്ക്കാം. പോരാ. അച്ഛനാണെങ്കിൽ അവിടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പിള്ളേരിങ്ങനെ വണ്ടി കൊടുന്ന് ഇടാൻ വരുന്നു. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ ഞങ്ങൾ അതിനെ വെയിറ്റ് ചെയ്തിട്ട് പഠിക്കൽ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളൊന്ന് വേഗം ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഒന്ന് പോന്നു കേട്ടോ. അപ്പോൾ വണ്ടി ഇതാട്ടോ, നമ്മുടെ വണ്ടിക്ക് എന്താ പറയുന്നത് സത്യം പറഞ്ഞിട്ട് അറിയില്ല കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്, വല്ല അഹങ്കാരമായിട്ടൊന്നും തോന്നരുത് കേട്ടോ നിങ്ങൾക്ക്. കാരണം എനിക്കിപ്പോൾ ഓരോന്ന് പറയുമ്പോഴേക്ക് ഭയങ്കര ടെൻഷനായിട്ട്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു ഇപ്പോഴേക്ക് ഇപ്പോൾ എന്ത് ചാടി ഇവിടെ എന്തൊക്കെ പറയണം, ഇത്ര ആളായി അങ്ങനെയൊക്കെ തോന്നുകൊണ്ട് എനിക്ക് സംസാരിക്കും പോലും ഇപ്പോൾ പേടിയായിട്ടാണ് സംസാരിക്കണത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു എന്താ ഇപ്പോൾ പറയീശ്വരാ, നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടായിരിക്കില്ല നമ്മളൊരു വണ്ടി എടുത്തതിൻ്റെ ആ ഒരു ഇതിൽ സംസാരിച്ച് പോണതാട്ടോ. അങ്ങനെ നമ്മളത് അമ്മേനൊക്കെ കറക്കി, പിന്നെ ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഇവരിനി അവിടെ വണ്ടി ഇറക്കിയിട്ട് പോരും കേട്ടോ. പിന്നെ അതേ നേരെ വീട്ടിൽ കയറിയിട്ട് അമ്മമ്മേനെ കയറ്റാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മമ്മോട് പറഞ്ഞപ്പോൾ അമ്മമ്മ പിന്നെ രാത്രിയല്ല അമ്മമ്മയ്ക്കും ഒരു ഇത്. അപ്പോൾ പിന്നെ ഞാനത് നേരെ കുഞ്ഞിച്ചക്കൻ്റെ അടുത്തേക്ക് പോയിട്ടോ. ചെക്കനാണെങ്കിൽ ഇങ്ങനെ കണ്ണും മിഴിച്ച് കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ കയറി ചെല്ലുമ്പോൾ. പിന്നെ എന്താ വെച്ചാൽ ചെറിയൊരു മൂക്കടപ്പ് ആര് പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു, ഒരു മൂക്കടപ്പ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുറുറു എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ ഉണ്ണിക്ക്. അപ്പോൾ ആ ഒരു ഇതിലാട്ടോ. പക്ഷെ പാവം തോന്നും കേട്ടോ, വാശിയൊന്നുമില്ല, ഇങ്ങനെ കിടക്കും, ഇങ്ങനെ കണ്ണൂരിട്ട് ഇങ്ങനെ നോക്കി കിടക്കട്ട. മെയിനായിട്ട് നമ്മൾ അവൻ്റെ ചുറ്റും ഇരുന്ന് വർത്താനം പറഞ്ഞാൽ മതി, കുട്ടി ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അമ്മമ്മ ഇങ്ങനെ വണ്ടിയുടെ വിശേഷങ്ങളും ഞാനിങ്ങനെ ഓരോന്നൊക്കെ അമ്മമ്മോട് പറയുന്നുണ്ട്. അമ്മമ്മ ചോക്കിണ്ടേ. അപ്പോൾ അതൊക്കെയായിട്ട് അമ്മമ്മ പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ചോറുണ്ടായിരുന്നു. എല്ലാവരും ചോദിച്ചു നമ്മുടെ വീട്ടിലെ ടേബിൾ എവിടെ പോയിന്ന്. ടേബിൾ ഇവിടെ ഡൈനിങ് ഹാളിൽ കിടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ മുകളിൽ കുറേ സാധനങ്ങൾ കൊണ്ട് വെച്ചേക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഹാളിലൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണത്. അതൊക്കെ ഒതുക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും, കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഒതുക്കി കയറ്റി വെച്ചേക്കുക അതിൻ്റെ മുകളിൽ. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇനി വീണ്ടും തറവാട്ടമ്പലത്തേക്ക് ആട്ടോ പോണത്. അതായത് കളം തുടങ്ങാറാകുമ്പോൾ മാളുമ്മ വിളിക്കുകട്ടോ ചെയ്തത് അങ്ങനെ പരിപാടി തുടങ്ങുമ്പോൾ. അപ്പോൾ നമ്മൾ വേഗം അമ്മമ്മേനെയും കൂട്ടിയിട്ട്, അമ്മമ്മ കണ്ടിട്ടില്ല ഇത് വരെ കേട്ടോ, നമ്മുടെ തറവാട്ടമ്പലത്തിലെ കളം കണ്ടിട്ടില്ല. അപ്പം അമ്മമ്മേനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വണ്ടി എന്തായാലും അപ്പുറത്ത് അവിടെ കൊണ്ടിട്ടുള്ളൂ. പിന്നെ ആദ്രസിൻ്റെ കാറിൽ പൂവാച്ചിട്ടാട്ടോ നിൽക്കണത്. ഇനി ഇവിടുത്തെ അമ്മയും ആരും വരുന്നുണ്ടാവില്ല കേട്ടോ. ആര് പിന്നെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയല്ലോ. അപ്പോൾ അമ്മയും ആരും ഇവിടെ ഉണ്ണിയും ഇവിടെ ഇരിക്കും. ഞങ്ങളിതേ കാർ എടുത്തിട്ട് നേരെ ഇനി തറവാട്ടമ്പലത്തേക്ക് നടന്നു പോകാനുള്ള ദൂരമല്ലോ കേട്ടോ അമ്പലത്തേക്ക്. നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. പക്ഷെ ഇനിയിപ്പോൾ ഈ ഒരു നേരത്ത് നടക്കാൻ മടിയായിട്ടാട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമൊക്കെ കളത്തിനൊക്കെ രാവിലെയും രാത്രിയും ഒക്കെ പാതിരാത്രിക്കൊക്കെ കേട്ടോ കളം കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്ന് വരിക. പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ഒരു കളം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു വേറെ ഫീലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കാൻ നല്ല മടി തന്നെ എല്ലാവർക്കും. അപ്പോൾ പിന്നെ നേരെ വണ്ടി എടുത്തിട്ട് എല്ലാവരും കൂടി നേരെ ഇനി അമ്പലത്തേക്ക് പോവാട്ടോ. അപ്പോൾ ഇന്ന് നാഗക്കളാണ് കേട്ടോ. ലാസ്റ്റത്തെ കളാണ് നാഗങ്ങളുടെ. 2 ദിവസത്തെ കളമുള്ളൂ. പക്ഷേ ഫസ്റ്റത്തെ നാഗക്കളത്തിന് എനിക്ക് വരാൻ പറ്റില്ല. പിന്നെ ഇന്നത്തെ കേട്ടോ ലാസ്റ്റത്തെ ഒരു നാഗക്കളത്തിനായിട്ട് എനിക്ക് കൂടാൻ പറ്റണത്. കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ കാണാം കേട്ടോ. തേജ് മൊന്ത അപ്പുറത്ത് കൂടെ ഇറങ്ങാം. അങ്ങനെ കളമൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ആ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, പിള്ളമാരുടെ കളം തുടങ്ങുമ്പോൾ ആ ഒരു പാട്ടാട്ടോ. എനിക്ക് ഭയങ്കര രസമായിട്ടത് കേൾക്കാൻ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ കിരണും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കുറച്ചേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ കിടന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ പരമാവധി എല്ലാ വ്ളോഗും ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.